അമേൻ. അഭിഷേകം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അമേൻ. ആരംഭമായിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം കർത്താവേ. അമ്മേ, വാഗ്ദത്തങ്ങൾക്ക് വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കരത്തിലേക്ക് വചനവുമായി അമ്മേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ശക്തമായി ഇടപെടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എഴുതപ്പെട്ട വചനം അയക്കപ്പെട്ട വചനമായി ശക്തിയോടുകൂടി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രികാലം കർത്താവേ കൂടി വന്നിരിക്കുന്ന ഞങ്ങളിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടി വെളിപ്പെട്ട് അവൻ ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അവൻ നല്ലിടത്തു വീണ വിത്തായി അത് ഏറെ ഫലം കായ്ക്കേണ്ടതിന് ദൈവകരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു നാഥ. അമേ, പ്രൈസുള്ള വചനത്തിലൂടെ സംസാരിപ്പാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അമ ദൈവത്തിൻ്റെ നിയോഗത്തിനകത്തേക്ക് ഇറങ്ങി നിൽപ്പാൻ, അവൻ ആ വചനം ഞങ്ങൾ ഏറ്റെടുപ്പാൻ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെട്ട വചനം അയക്കപ്പെട്ട വചനമായി ശക്തിയോടുകൂടി ഞങ്ങൾ വെളിപ്പെടേണ്ടതിനായി ദൈവകരത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. സ്വർഗ്ഗം അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അവൻ ഒന്നും കൂടെ വചനം വായിച്ചിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിനാൽ നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളോ അവനിൽ വസിപ്പിൻ. ആരിൽ വസിക്കണം? ക്രിസ്തുയേശുവിൽ വസിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് ആമേൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കൊന്ന് പറയാവോ? ക്രിസ്തുയേശുവിനാൽ. ആമേൻ. പറഞ്ഞാട്ടെ, ക്രിസ്തുയേശുവിനാൽ ഞാൻ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു, ഞാനോ അവനിൽ. ക്രിസ്തുയേശുവിൽ വസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിനാൽ നമ്മളിൽ പ്രാപിച്ചെടുത്ത അഭിഷേകം അവൻ നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ആ ക്രിസ്തുയേശുവിൽ വസിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തുയേശുവിനോട് ചേർന്ന് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ആറ്റിലേക്ക് തൻ്റെ വേരുകൾ ഇറങ്ങി അമ്മേ ധാതുക്കളും ലവണങ്ങളും വലിച്ചെടുത്ത് അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തൊരു വൃക്ഷം പോലെ ആ വൃക്ഷം വളർന്നു വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിനാൽ ഞാൻ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു, ഞാനോ അവനിൽ. ക്രിസ്തുയേശുവിൽ വസിക്കുന്നതിനാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സീസണുകളിൽ കായ്ക്കുന്നത് പോലെയല്ല, എന്നിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം വിശുദ്ധ ജലത്താൽ, സുഗന്ധ തൈലത്താൽ, അഭിഷേക എണ്ണ, സമർപ്പണം, ദൈവിക അംഗീകാരം, ശക്തി, പരിശുദ്ധയാത്മാവ് എന്നിങ്ങനെയാണ്. അപ്പോസ്തലൻ അഭിഷേകം എന്നാൽ ആത്മീക പ്രാധാന്യമുള്ള ഒരു ദൗത്യത്തിനായി വേർതിരിക്കുക എന്നാണ്. അഭിഷേകം മഹാദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രൈസ്. അഭിഷേകം ഒരുവനുമേൽ വന്നാൽ നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുവാനിടയായി തീരും. പ്രൈസ്. സ്വർഗീയ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതലെ, നിന്നിമേൽ വ്യാപരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അദ്രവത്വത്തിന്റെ ശക്തിയാണ്. ഈ അദ്രവത്വത്തിന്റെ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാപത്തിന്റെ ശക്തികൾക്ക് നിർജീവനിച്ച് കളയുവാൻ കഴിയാതെ മണ്ണിന്റെ ശക്തികൾക്ക് ജയമെടുപ്പാൻ കഴിയാത്ത വിധം ദ്രവത്വത്തിന്റെ ശക്തിയാലല്ല, അദ്രവത്വത്തിന്റെ ശക്തിയാൽ പുറപ്പെടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ദൈവത്തിന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ വന്നു പോയി നിന്ന ആത്മാവിനെയല്ല, നിലനിൽക്കുന്ന തിരശീലക്കകത്തേക്ക് കയറി ചെല്ലുന്ന, നമുക്ക് എപ്പോ വേണേലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ കഴിയത്തക്ക വിധം നമുക്ക് വേണ്ടി പകർന്ന ആ അഭിഷേകത്തിന്റെ ശക്തി അത്രേ. ആമേൻ.
അമ്മേ നസ്രയനായ യേശുവിനെ അമ്മേ പ്രൈസ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധയാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടിയിരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി. അമ്മേ പരിശുദ്ധയാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ട അമ്മേൻ യേശുവിനെ അമ്മേ ദൈവം അവനോട് കൂടിയിരുന്നത് കൊണ്ട് അവനിൽ നിന്ന് പുറപ്പെട്ടത് എന്താ? നന്മ ചെയ്യുവാൻ കഴിഞ്ഞു. അമ്മേ നന്മ അവനിൽ നിന്ന് പുറപ്പെട്ടു. അമ്മേ പ്രൈസ് അമ്മേ ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ഈ പരിശുദ്ധയാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ട യേശുവിനോട് പീലാത്തോസ് ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിന്നെ വിട്ടയപ്പാനും ക്രൂശിപ്പാനും എനിക്ക് അധികാരമില്ലയോ? അമ്മേ കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് എന്നിമേൽ ഒരു അധികാരവുമില്ല. ആമേൻ. പരിശുദ്ധയാത്മാവിനാലും ശക്തിയാലും ആമേൻ അഭിഷേകം ചെയ്യപ്പെട്ട യേശുവിനറിയാം, സാഹചര്യത്തെ ജയിച്ചാൽ എനിക്ക് തേജസ്സിനെ ധരിക്കുവാനായി കഴിയും. ആമേൻ. സ്വർഗീയ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, ആമേൻ, സാഹചര്യത്തെ ജയിച്ചാൽ നിനക്ക് തേജസ്സിനെ ധരിക്കുവാനായി കഴിയും. ഒരു പക്ഷേ യേശുവിന് പീലാത്തോസിനോട് അവിടുന്ന് പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് യേശുവിന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അതിനേക്കാളും ഒക്കെ അപ്പുറമായി ആ സാഹചര്യത്തെ ജയിക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അമ്മേ പ്രൈസ് ദി ലോർഡ്. അമ്മേ മേലിൽ നിന്നു കിട്ടാതെ, മേലിൽ നിന്നു കിട്ടിയിട്ടില്ല എങ്കിൽ നിനക്ക് എന്നിൽ മേലൊരു അധികാരവുമില്ലെന്ന് അഭിഷേകത്തോടെ പറയുവാൻ യേശുവിന് കഴിഞ്ഞുവെങ്കിൽ ഈ തലമുറയോട് ചോദിക്കട്ടെ, പാപത്തിന്റെ ശക്തിയോട് നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്ന പൈശാചിക മേഖലകളോട് നോ പറയുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ മേഖലയെ നിനക്ക് ജയിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശുവിന് സാഹചര്യത്തിന്റെ മുമ്പിൽ യേശുവിന് ജയിക്കുവാൻ കഴിഞ്ഞു. യേശുവിന് ജയിക്കുവാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ പീലാത്തോസ് ചോദിച്ചതിന് മുമ്പാകെ കർത്താവ് പറഞ്ഞത്, മേലിൽ നിന്ന് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് എന്നിന്മേലൊരു അധികാരവുമില്ലത്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സാഹചര്യങ്ങളിൽ നശിപ്പിച്ച് കളയുവാൻ പിശാച് കൂട്ടം കൂടിയ ചില മേഖലകളുണ്ട്. മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കയറി നിന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, കല്ലിനെ കൊടുത്തിട്ട് നീ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. തന്റെ മരുഭൂമിയുടെ നാളുകളിൽ പ്രിയ ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, നിന്നെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില പാപത്തിന്റെ ശക്തികളോട്, ചില ജഡത്തിന്റെ മോഹങ്ങളോട്, ലോകത്തിന്റെ വ്യാപാരത്തിന്റെ മേഖലകളോട് നിനക്ക് നോ പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യേശു പറഞ്ഞു, ശത്രു പറഞ്ഞു, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാട്. യേശു വചനത്താൽ അതിനെ ജയിച്ചു. യേശു അതിനെ നോ പറഞ്ഞു. കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. യേശു അതിനോട് നോ പറയുവാനിടയായി തീർന്നു. എന്നെ വീണു നമസ്കരിപ്പാൻ പറഞ്ഞു. യേശു ആത്മാവിനാൽ വചനത്താൽ നോ പറയുവാനിടയായി തീർന്നു. എന്തുകൊണ്ടോ? ദൈവം വചനമാകുന്നു. വചനം ദൈവമാകുന്നു. ഈ പാറയെ തകർക്കുന്ന ചുറ്റുളിയ പോലെ ദൈവത്തിന്റെ വചനം എന്ന ആയുധം നിന്റെ ഹൃദയത്തിന്മേലുണ്ട് എങ്കിൽ പാപത്തിന്റെ മേഖലകളോട് യേശുവിന്റെ നാമത്തിൽ നോ പറയുവാൻ നിനക്ക് കഴിയും. ആമേൻ. കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മേലുള്ള ഭൂതത്തെ അവൻ ശാസിച്ചു. ലോകത്തിന്റെ ഇച്ഛാശക്തിയോട് നോ പറയുന്നവരാ പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയ്ക്ക് അതാ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാകുന്ന ആ വചനത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വചനത്താൽ നോ പറയുവാൻ കഴിയുന്ന ഒരു തലമുറയാ ദൈവം ഈ കാലഘട്ടത്തിൽ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ വർഷത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴും ദൈവസഭ ഒന്നോർക്കണം, നമ്മൾ അന്ത്യകാലത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ ദൈവകരത്തിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം. പത്രോസ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവനും പത്രോസ് അധ്വാനിച്ചു, ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിനു ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞത് കേട്ട് പത്രോസ് വലയിറക്കിയപ്പോൾ ആ വലയിന്മേൽ പെരുത്ത മീൻകൂട്ടത്തെ കിട്ടി.
അമേ പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറഞ്ഞത് കേട്ട് അനുസരിച്ച അമേ പ്രൈസ് ദ ലോർഡ്. വലയിറക്കിയപ്പോൾ പത്രോസിന്റെ വലമേൽ പെരുത്ത മീൻകൂട്ടത്തെ കിട്ടുവാനിടയായി തീർന്നു. ആമേ ഹല്ലേലൂയ. ആമേ പ്രൈസ്. അനുഗ്രഹത്തിന്റെ മാനദണ്ഡം അനുസരണമാണ്. ആമേ പ്രൈസ്. പത്രോസ് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ വല കീറുമാറ് പെരുത്ത മീൻകൂട്ടത്തെ ആമേ പ്രൈസ് പത്രോസിന് ദൈവം നൽകി. എന്നാൽ പത്രോസ് കൂടെ നിൽക്കുന്ന മനുഷ്യരിലേക്കല്ല നോക്കിയത്. അമ്മ കീറുമാറായ വലയിലേക്കല്ല നോക്കിയത്, മീൻകൂട്ടത്തിലേക്കല്ല നോക്കിയത്. അമ്മേ പ്രൈസ് ദി ലോർഡ്. അമ്മ തന്നോട് സംസാരിച്ച യേശുവിന്റെ മുഖത്തേക്ക് പത്രോസ് നോക്കുവാനിടയായി തീർന്നു. അമ്മേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് നോക്കിയപ്പോൾ അവൻ യേശുവിനോട് പറയാ, ഞാൻ പാപിയായ മനുഷ്യനാ. ആമേ പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയായ മനുഷ്യനാകുന്നു. ആമേ പ്രൈസ്. യേശു അടുത്ത നിമിഷം പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ആമേ പ്രൈസ് ദി ലോർഡ്. തൻ്റെ പാപബോധം, അവൻ മനുഷ്യനിലേക്ക് പത്രോസ് നോക്കിയിരുന്നെങ്കിൽ അവന് പാപബോധം ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മുഖത്തിലേക്ക് നോക്കിയപ്പോൾ ആമേ പത്രോസ് പാപബോധമുണ്ടായി. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ തലമുറയെ, സ്വർഗീയ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവസഭയെ, നീ മനുഷ്യന്റെ മുഖത്തിലേക്ക് നോക്കാതെ യേശുവിന്റെ മുഖത്തിലേക്ക് നീ നോക്കിക്കേ. നിനക്ക് യാത്ര ചെയ്യുവാൻ ആമേ നീ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ആമേ പ്രൈസ് അമ്മ മനുഷ്യര് കാണുന്നില്ലായിരിക്കാം, എന്നാൽ നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട അഗ്നിജ്വാലക്കത്തുള്ള 2 കണ്ണുകളുണ്ട്. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിന്റെ നാമത്തില് നിന്നെ കാണുന്ന 2 അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുണ്ട്. നീ ആ കണ്ണിന്റെ മറവിൽ നിന്ന്, ആ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് മറഞ്ഞു നിൽപ്പാൻ കഴിയത്തില്ല. ആമേൻ. സൃഷ്ടാവിനെ അനുസരിക്കുന്ന ഒരു സൃഷ്ടിയാകാൻ ശ്രമിക്കുക. ആമേൻ. സൃഷ്ടാവിനെ അനുസരിക്കുന്ന ഒരു സൃഷ്ടിയായി മാറണം. അതെങ്ങനെയാ? സൃഷ്ടാവിനെ അനുസരിച്ച സൃഷ്ടിയുണ്ടോ? ഉണ്ട്. സൃഷ്ടാവിനെ അനുസരിച്ച സൃഷ്ടിയുണ്ട്. അമ്മേ പ്രൈസ് ദി ലോർഡ്. നോഹയുടെ പെട്ടകത്തിലേക്ക് അമ്മേ സകല ജീവികളും ഈ 2 വീതം വെച്ച പെട്ടകത്തിനകത്തു കയറിയില്ലേ? സൃഷ്ടാവിനെ അനുസരിച്ച സൃഷ്ടിയല്ലേ അത്? അമ്മേ പ്രൈസ് ദി ലോർഡ്. അമ്മേ സൃഷ്ടാവിനെ അനുസരിച്ച സൃഷ്ടി. അമ്മേ കാറ്റിനോടും കടലിനോടും അടങ്ങുക അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ അമ്മേ പ്രൈസ് അവർ അനുസരിച്ചില്ലേ? എന്തുകൊണ്ട്? സൃഷ്ടാവിനെ അനുസരിച്ച സൃഷ്ടിയായതുകൊണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് അനുസരിച്ചില്ലേ? സൃഷ്ടാവിനെ അനുസരിച്ചില്ലേ? വലയിറക്കാൻ പറഞ്ഞപ്പോൾ വലയിറക്കിയില്ലേ? സൃഷ്ടാവിനെ അനുസരിക്കുന്ന സൃഷ്ടി പിന്നീട് മനുഷ്യരെ പിടിക്കുന്നവനായി മാറി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് ആമേൻ വേണ്ടത് ശമൂവേലിനെ പോലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന തലമുറ. ആമേൻ. ആഹാബിന്റെ രഥത്തിന് മുന്നമേ ഓടുന്ന തലമുറ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഒരു പൊട്ടനെ പോലെ പെട്ടകത്തെ പണിയുന്ന ആമേൻ ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടത്. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് തന്റെ ജനത്തിന്റെ വിടുതലിനായി മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു ജനത്തെ പുറപ്പെടുവിച്ച ഒരു തലമുറയുണ്ട്. ആമേൻ. ആ തലമുറയാ ദൈവത്തിന് വേണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ശക്തികളെ ജയിക്കുവാൻ, ആമേൻ, അതിനെ ആത്മാവിൽ ജയിക്കുവാൻ, ആമേൻ, ഈ ചോരത്തളപ്പോടുകൂടി സാഹചര്യങ്ങളെ ജയിക്കുന്ന തലമുറ, ഈ ശക്തി ധരിക്കുന്ന തലമുറ, കരുത്തുറ്റ തലമുറയാണ് കർത്താവിന് വേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. ദൈവകരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയെ ദൈവം ആഗ്രഹിക്കുന്നത് ജാതികളിൽ നിന്നും വ്യത്യസ്തനാകാനാണ്. ജാതികളിൽ നിന്ന് വ്യത്യസ്തനാവണം. പ്രൈസ് ദി ലോർഡ്. ആമേ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് അടിസ്ഥാനമിട്ട് പണിത നിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ജാതികളിൽ നിന്ന് വ്യത്യസ്തനാകാൻ വേണ്ടിയാണ്. അമ്മേ പ്രൈസ് ദി ലോർഡ്. നിന്റെ അടിസ്ഥാനം ഇളകാതിരിക്കണമെങ്കിൽ അമ്മേ ക്രിസ്തുവാകുന്ന പാറമേൽ നീ അടിസ്ഥാനമിട്ട് പണിയണം. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ നമ്മുടെ തലമുറകളെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ ആമേ തലമുറകൾ നശിച്ചു പോകുന്ന മേഖലകളിൽ ആമേ നമ്മുടെ തലമുറകളെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം. ആമേ പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ആമേ തലമുറകളോട് മാത്രമല്ല ആമേ നമ്മൾ ഓരോരുത്തരോടും ദൈവാത്മാവ് പറഞ്ഞതാ തലമുറകൾക്കായി
ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ തലമുറകളെ പിൻപോട്ട് വലിക്കുന്ന ആമേതിലെ ബിലയാമിന്റെ ശക്തികളെ ജയിപ്പാൻ യേശുവിന്റെ നാമത്തിൽ ആമേ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ആമേ പ്രൈസ് ദി ലോർഡ് ചർച്ചയില്ലാതെ ആമേ കോഴിപ്പോര് പോലെ വ്യാപരിക്കുന്ന ചില അന്യായ ശക്തിയുടെ വ്യാപാരങ്ങൾ തലമുറകൾ പുറപ്പെടട്ടെ. ശത്രുവിനെ ബന്ധിക്കുവാൻ കഴിയാത്ത വിധം അവന്റെ വ്യാപാരങ്ങൾക്ക് തടസ്സം നിൽക്കാൻ കഴിയാത്ത വിധം ബാലിന്റെ ബലിപീഠങ്ങളെ തകർക്കുന്ന അശേര പ്രതിഷ്ഠകളെ തകർക്കുന്ന നുകത്തിന്റെ അമിക്കയറുകളെ തകർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ ശിംശോനിലേക്ക് നോക്കിയേ. ഇപ്പോൾ ശിംശോന്റെ ശക്തിയെല്ലാം പോയി. ആമേ പ്രൈസ് അവന്റെ കണ്ണുകൾ കുത്തി പൊട്ടിച്ചു. ആമേ പ്രൈസ് അവന്റെ ശക്തിയെല്ലാം പോയി. ശത്രു സൈന്യം അവനെ കെട്ടിയിട്ടിരിക്കുക. എന്തിനാ അവൻ ഒരു കുരങ്ങിനെ കെട്ടിയിട്ട് കളിപ്പിക്കുന്നത് പോലെ ശിംശോന്റെ ശക്തി പോയല്ലോ. അവനെ കെട്ടിയിട്ട് കളിപ്പിച്ചു കൊണ്ടിരിക്കുക. ഒരു കാര്യം നീ ഓർത്തോ. ആമേ പ്രൈസ് ദി ലോർഡ്. ശിംശോനിമേൽ വ്യാപരിച്ച ശക്തി ആമേ പ്രൈസ് ദി ലോർഡ് അവൻ വശീകരണ ശക്തിയാൽ ആമേ വശീകരണത്തിന്റെ ശക്തിയാൽ ആമേ പ്രൈസ് അവനിമേൽ വ്യാപരിച്ച ശക്തിയെ ആമേ ആ വശീകരണ ശക്തിയിലൂടെ ആമേ പൈശാചികൻ മുതലെടുത്ത് തകർത്തു കളഞ്ഞു. ആമേ പ്രൈസിന് യുദ്ധം ചെയ്യുവാൻ ആമേ ശത്രുപാളയത്തെ തകർത്തു കളയുവാൻ കുന്നൊന്ന് കുന്ന് രണ്ടെന്നും പറഞ്ഞ ആമേ തകർത്തു കളഞ്ഞ ശിംശോന്റെ ശക്തി എവിടെ പോയി? ആമേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി വശീകരണത്തിന്റെ ശക്തിയിലേക്ക് വീണുപോയ ശിംശോനെ പിശാച് ബന്ധിച്ചു കളഞ്ഞു. എന്നാൽ ആമേ കണ്ണിലെ കാഴ്ചയും പോയി, വെളിപ്പാടും കാണാൻ പറ്റുന്നില്ല, ദർശനവും കാണാൻ പറ്റുന്നില്ല. കണ്ണിന്റെ കാഴ്ച പോയി. ആമേ ചുറ്റും നടക്കുന്നത് എന്തെന്ന് പോലും അറിയാത്ത വിധം ശിംശോൻ ആയിരിക്കുമ്പോൾ ശിംശോന് വീണ്ടും പറഞ്ഞു, എനിക്ക് ആ ശക്തി ഒന്ന് തിരികെ തരണമേ. ആമേ ശിംശോനിമേൽ ആ ശക്തി ദൈവം തിരികെ കൊടുത്തു. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ ഹല്ലേലൂയ. അവനിമേൽ വ്യാപരിച്ച അഭിഷേകത്താൽ ശത്രു കെട്ടിവെച്ച കെട്ടുകളെ ചണനൂല് പൊട്ടുന്നത് പോലെ പൊട്ടിച്ച് പിന്നോട്ട് വലിക്കുന്ന ആമേ തലമുറകളെ പിന്നോട്ട് വലിക്കുന്ന ദൈവജനത്തെ പിന്നോട്ട് വലിക്കുന്ന ആമേ യേശുവിന്റെ നാമത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ഫെലിസ്ത്യ സൈന്യത്തെ അഭിഷേകത്തോടുകൂടി അധികാരത്തോടുകൂടി ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ ശിംശോൻ അവൻ ആ ശക്തികളെ തകർത്ത് കളയുവാനിടയായി തീർന്നു. ആമേൻ. കർത്താവ് അഭിഷേകം തരാൻ തയ്യാറാ. ആമേ നീ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. ആമേ പ്രൈസ് ദി ലോർഡ്. കർത്താവ് അഭിഷേകം ചെയ്യാൻ തയ്യാറാ. ആമേ നീ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ അഭിഷേകം നുകത്തെ തകർക്കുന്നു. ആമേ പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ആടുകളെ മേയിച്ചു നടന്നവനെ അസാധാരണക്കാരനാക്കി മാറ്റി. ആമേൻ അഭിഷേകം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനെ പിൻപറ്റിയ ഫറവോന്റെ ശക്തിയെ മുക്കിക്കളഞ്ഞു. അവൻ അഭിഷേകത്തിന്റെ മുമ്പാകെ ഒന്നാം കാവലും രണ്ടാം കാവലും തുറന്നു. ഇരുമ്പ് വാതിൽ അവരുടെ മുന്നിൽ സ്വതവേ തുറക്കപ്പെട്ടു. ആമേൻ. അഭിഷേകം പത്മോസിന്റെ ഏകാന്തതയിലും വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവൻ അത് കൊടുത്തു. എന്തിന്? വെളിപ്പാടിനെ കൊടുത്തു. ആമേ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലനെ ആമേ പ്രൈസ് കാരാഗ്രഹ പ്രമാണികളും സഹതടവുകാരും അറിയാതെ ആമേ കാരാഗ്രഹ ലേഖനങ്ങൾ 4 യൗവനക്കാരിലൂടെ ആമേ സഭകൾക്ക് കൈമാറിയ മഹാദൈവത്തിന്റെ പദ്ധതിയാണ് അഭിഷേകം. അഭിഷേകം മഹാദൈവത്തിന്റെ പദ്ധതിയാണ്. അഭിഷേകം നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതും. അഭിഷേകം വീണ വ്യക്തികളുടെ ചരിത്രത്തെ മാറ്റി എഴുതിയിട്ടുണ്ട്. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ ഹല്ലേലൂയ. അഭിഷേകത്തിന്മേൽ ആമേ പ്രൈസ് പത്രോസ് പറഞ്ഞതുപോലെ പറഞ്ഞു തീരാത്ത സന്തോഷം. ആമേൻ. ആമേൻ. നിലനിർത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, മാഞ്ഞു പോകാത്തത്, മഹത്വപൂർണമായത്. ആമേ സ്വർഗീയ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവപൈതലെ നിന്നിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ആമേ പ്രൈസ് ദി ലോർഡ് അവൻ ഒരു പ്രത്യേക അവസരങ്ങളിൽ മാത്രം വെളിപ്പെടുന്നതല്ല. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ പ്രൈസ് നിലനിർത്തുന്ന അഭിഷേകമാണ്. ആമേ പ്രൈസ് ദി നിലനിർത്തുന്ന അഭിഷേകമാണ്. ആമേ പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും
ശമരയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവ് ഞാൻ പരിശുദ്ധയാത്മാവിനെ നിങ്ങളുടെ മേൽ തരുമെന്ന് പറഞ്ഞപ്പോൾ കൂടിയിരുന്നവരിന്മേൽ ഒരു 120 പേരിലേക്ക് ആ ശക്തി വെളിപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൂടിയിരുന്നവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഒരുമനപ്പെട്ടവരായിരുന്നു. മുഖപക്ഷം കാണിക്കാത്തവർ, ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവർ, താഴാൻ മനസ്സുള്ളവർ, കർത്താവിന് വേണ്ടി എന്തുമാകാൻ മനസ്സുള്ളവരുടെ അടുക്കലേക്ക് അഭിഷേകം വീണത്. പിളർന്ന അഗ്നിനാവരിന്മേൽ പതിഞ്ഞത്. 120 പേർ കൂടിയിരുന്നിടത്ത്, ഒരുമനപ്പെട്ട് കൂടിയിരുന്നിടത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് അഭിഷേകത്തെ നോക്കാം. അഭിഷേകം 2 മേഖലയായിട്ട് നമുക്ക് തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. മിരിയാമിനെ നമുക്കൊന്നെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയെ മോശയെ ഒഴുക്കി വിട്ടപ്പോഴും ഫറവോന്റെ പുത്രിയുടെ കരത്തിൽ മോശ ചെന്നപ്പോഴും ഇസ്രായേലിനെ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്നും പ്രൈസ് മോശ പുറത്തു കൊണ്ടുവന്നപ്പോഴും മിരിയാം കൂടെ ഉണ്ടായിരുന്നു. ചെങ്കടൽ പിളർന്ന് അവരക്കരെ കടന്നപ്പോഴും മിരിയാം ഉണ്ടായിരുന്നു. എന്നാൽ മിരിയാമിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. ചെങ്കടൽ പിളർക്കുന്നതിന് മുമ്പ് പ്രൈസ് തപ്പെടുത്തു കൊട്ടാൻ തപ്പെടുത്ത് കീശയിൽ വെച്ചവളാ ഈ പ്രത്യാശ ഉള്ളവളല്ലേ. ചെങ്കടൽ പിളർന്ന് അവരക്കര കടന്നപ്പോൾ തപ്പെടുത്തു കൊട്ടിയ പ്രത്യാശയുള്ള മിരിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ചെങ്കടൽ പിളർക്കുമെന്നും ഞങ്ങൾ അക്കരെ കടക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ടല്ലേ മിരിയാം തപ്പെടുത്ത് വെച്ചത്. അതുകൊണ്ടല്ലേ മിരിയാം തപ്പെടുത്ത് കൊട്ടിയത്. എന്നാൽ ഒരു കാര്യം ദൈവസഭ ഓർക്കണം. മിരിയാം തപ്പെടുത്ത് കൊട്ടിയവള്, മുന്നിൽ നിന്ന് ആരാധിച്ചവള്, ഒരുപാട് സാക്ഷി പറയാനുള്ളവര്, മോശയെ ഒഴുക്കി വിട്ടതും ഫറവോന്റെ പുത്രിയുടെ കരത്തിൽ ചെന്നതും പ്രൈസ് ദി ലോർഡ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന ജീവിതം പറയാൻ സാക്ഷ്യമുള്ളവള്, ചെങ്കടൽ പിളർന്ന് ഇക്കരയെത്തിയപ്പോൾ സാക്ഷി പറയാനുള്ള മിരിയാം. ഒരുപാട് സാക്ഷി പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ളവളാ. മുന്നിൽ നിന്ന് ആരാധിച്ചവളാ, അനുഭവങ്ങളുള്ളവളാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത്രയും പ്രത്യാശയുള്ള മിരിയാമിന്റെ ഉള്ളിൽ പ്രൈസ് ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കറുത്ത തൊലിയോടുണ്ടായിരുന്ന ഒരു അറപ്പ്. പ്രൈസ് ദി ലോർഡ്. കറുത്ത തൊലിയോട് അവൾക്കുണ്ടായ അറപ്പ്, അവൾ നിമിത്തം 7 ദിവസം പാളയം അടച്ചിടേണ്ടി വന്നു. കനാൻ ദേശത്തിലെ യാത്ര മുടക്കിയതാരാ? പ്രൈസ് ദി ലോർഡ്. കളർ നോക്കിയവരല്ലേ, നിറം നോക്കിയവരല്ലേ, കുലമഹിമ നോക്കിയവരല്ലേ, മനുഷ്യരുടെ കുറ്റവും കുറവും നോക്കി നടന്നവരല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരുടെ വാക്കുകളെയും പ്രവർത്തികളെയും നോക്കി നടന്നവരല്ലേ കനാൻ ദേശത്തെ കാണാതെ പോയത്. മിരിയാമിന് കറുത്ത നിറത്തിനോട് അറപ്പുണ്ടായതിനാൽ ദൈവം അവൾക്ക് വെളുത്ത കുഷ്ഠത്തെ നൽകി. അവൾ തപ്പെടുത്തവളാ, നൃത്തം ചെയ്തവളാ, മുന്നിൽ നിന്ന് ആരാധിച്ചവളാ, സഭയിൽ ആരാധിച്ചവളാ, പ്രത്യാശയുള്ളവളാ. ഇതെല്ലാം ഉണ്ടായിട്ടും അഭിഷേകത്തിന് വിരോധമായിട്ടുള്ള, ദൈവപ്രവർത്തിക്ക് വിരോധമായിട്ടുള്ള ഒരു വെറുപ്പ് മിരിയാമിന്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. പ്രൈസ് ആരാധിക്കുന്ന സ്വർഗീയ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, നിന്റെ ഉള്ളിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ പ്രൈസ് നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ മേഖലകളോട് പ്രൈസ് ദി ലോർഡ് നീ നോ പറയുവാൻ, ആത്മാവിൽ നോ പറയുവാൻ കഴിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായിട്ടുള്ള വിഭാഗീയ ചിന്തകള്, സ്പർദ്ധ, പലവിധ ആരോപണ ചിന്തകൾ, കുശുമ്പ്, അസൂയ, ജാരശങ്ക, ക്രോധം, ശാഠ്യം, പക, പിണക്കം, തൊന്തവശം, വിടക്കുകണ്ണ്, ഇതൊക്കെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകാത്ത കൊമ്പിനെ അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്ന ഒരു കാലം വരുന്നുണ്ട്. ആകാത്ത കമ്പിനെ
അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നൊരു കാലം. ആമേ പ്രൈസ് ദി ലോർഡ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കളയുക. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവ കൃപയ്ക്ക് വിരോധമായി നിന്നിൽ വ്യാപരിക്കുന്ന സകലതും മാറിപ്പോകണം. ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, താന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നീ നിന്നെ തന്നെ പരിശോധിക്കോ. നിന്നിന്മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം മിരിയാമിന്റെ അഭിഷേകമാണോ അതോ സ്വർഗത്തിൽ നിന്നുള്ള അഭിഷേകമാണോ? അഭിഷേകമുള്ള പടകിൽ അഭിഷേകമുള്ളവൻ കയറിയ പടകിൽ തിരകൾ അടിച്ചു, തിര കയറി. പ്രൈസ് ദി ലോർഡ്. ആർക്കുമില്ലാത്ത തിര, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങളാ, ആർക്കുമില്ലാത്ത രോഗങ്ങളാ, ആർക്കുമില്ലാത്ത നിന്ദകളും പരിഹാസങ്ങളും കൊടുങ്കാറ്റും നിനക്കെതിരെ വീശുന്നുണ്ടെങ്കിൽ നീ ഓർത്തോ, നിന്റെ പടകിൽ യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1-ാം 23-ാം വാക്യത്തിൽ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് മണ്ണിൽ നിന്ന് വന്നവൻ സകലത്തിനെയും പാപിയാക്കി മാറ്റി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്നവനോ സകലരെയും നീതിമാന്മാരാക്കാൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം മോറിയ മലയിലേക്ക് യാഗം കഴിപ്പാൻ പോയപ്പോൾ തൻ്റെ കയ്യിൽ തീ കരുതി, തൻ്റെ കയ്യിൽ കത്തി കരുതി. എന്നാൽ മകൻ്റെ കയ്യിൽ എന്താ കൊടുത്തത്? പ്രൈസിലെ വിറകിനെയാ കൊടുത്തത്. പ്രൈസിലെ വിറക് നഷ്ടപ്പെട്ടാൽ പിന്നെയും നമുക്ക് വിറക് നേടുവാൻ കഴിയും. എന്നാൽ യാഗത്തിനു വേണ്ടി കത്തിച്ചു കൊണ്ടുപോകുന്ന തീ അണഞ്ഞാൽ പ്രൈസിൽ അബ്രഹാമിന് അറിയാം, ആ തീ അണയാൻ പാടില്ല. അത് ശ്രദ്ധയോടുകൂടി അബ്രഹാം കൊണ്ടുപോയി പകുതിക്ക് വെച്ച് അസ്തമിച്ചു പോകുവാനായിട്ടല്ല, കനാൻ ദേശം കാണുവാൻ കഴിയാതെ വണ്ണം പോകുവാനല്ല. നിന്നെ വ്യാപരിക്കുന്ന അഭിഷേകത്തിനൊരു പദ്ധതിയുണ്ട്. വിലയുള്ളതിന് വില കൽപ്പിക്കാൻ സഭയ്ക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 24-ാം 49-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഈ ശക്തിയുടെ പ്രത്യേകത എന്താ? അത് ധരിക്കണം. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ, നമ്മൾ സാരി ഉടുക്കുന്നത് പോലെ, ചുരിദാർ ഇടുന്നത് പോലെ, പാൻറ് ഷർട്ടും ഇടുന്നത് പോലെ, മുണ്ടും ഷർട്ടും ഇടുന്നത് പോലെ നമ്മൾ ഈ ശക്തി ധരിക്കണം. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഈ ശക്തി ധരിക്കണം. എങ്ങനെ ധരിക്കണം? പുതപ്പ് ധരിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 13-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ശബ്ദമാവൻ കേട്ടു. ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഗുഹയുടെ പുറത്തു വന്നു നിന്നു. ദൈവ ശബ്ദം കേൾക്കുന്നത് ഏലിയാവിനറിയാം. മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നതും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പ്രാർത്ഥിക്കുന്നവനറിയാം. സ്ഥിരമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഏലിയാവിനറിയാം മനുഷ്യന്റെ ശബ്ദം ഏതാണെന്നും ദൈവത്തിന്റെ ശബ്ദം ഏതാണെന്നും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട ഏലിയാവ് തലമൂടി പുതപ്പ് കൊണ്ട് മൂടി അവൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. സ്ഥിരം ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, മനുഷ്യന്റെ ശബ്ദത്തിനേക്കാളും വ്യത്യസ്തമാകുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം കാതുകളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ശമുവേൽ ചേർന്ന് കിടന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ ആ ശബ്ദം എന്റെ കാതുകളിൽ ഒന്ന് കേൾക്കണം. ആ തേജസ്
അമ്മേ പ്രൈസ് തന്നെ കരിച്ചു കളയുമെന്നറിയാം. അതുകൊണ്ട് പുതപ്പും മൂടിക്കൊണ്ട് ഏലിയാവ് തിശ്ബ്യനായ ഏലിയാവ് ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നത് ആ ദൈവത്തിന്റെ തേജസ്സിനെ കാണാതിരിപ്പാൻ വേണ്ടിയല്ലേ? എനിക്ക് നിന്നെ ഒന്ന് കാണണം, എന്നാൽ ഞാൻ നടന്നു പോകുമ്പോൾ നീ എൻ്റെ പുറകുവശം കാണുമെന്ന് മോശയോട് പറഞ്ഞ ദൈവമല്ലേ? പ്രൈസ് ദി ലോർഡ്. മോശയോട് പറഞ്ഞു, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, നീ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കണം. പ്രൈസ്, ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും, അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗത്തെ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഈ തേജസ് എന്താണെന്ന് പ്രൈസ് ദി ലോർഡ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളവും വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാലുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. സ്തോത്രം. മനുഷ്യന്റെ ശരീരത്തിൽ ആ ദൈവ തേജസ് അടിച്ചാൽ അവൻ കത്തിപ്പോകും. ആ തേജസ് നിങ്ങളൊന്ന് വായിച്ചേ, മനസ്സിരുത്തി ഒന്ന് വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. ആ തേജസ്സിന്റെ മുമ്പാകെ ആർക്കെങ്കിലും നിൽക്കുവാൻ കഴിഞ്ഞോ? പിന്നെ ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ എങ്ങനെ പുതപ്പിടാണ്ട് വരാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോമവസ്ത്രം ധരിച്ച, അരയ്ക്ക് തോൽവാൾ കെട്ടിയ തിശ്ബ്യനായ ഏലിയാവ്. ദൈവം പറഞ്ഞു, 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രൈസ് സാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുവാൻ പ്രൈസ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഏലിയാവ് പോകുകയാ. പ്രൈസ് സാഫാത്തിന്റെ മകനായ എലീശയെ തേടി പ്രൈസ് ദി ലോർഡ് തൻ്റെ അഭിഷേകത്തിന് പകരക്കാരനായി പ്രൈസ് ചുമക്കുന്ന ഒരു ശക്തി ചുമപ്പാൻ പ്രൈസ് ദി ലോർഡ് ഏലിയാവ് അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. 12-ാമത്തതിനോട് കൂടെ കാളയോട് കൂടെ പ്രൈസ് ഉഴുതുന്ന പ്രൈസ് എലീശയെ പ്രൈസ് ഏലിയാവ് കണ്ടത്. ഏലിയാവിന് മനസ്സിലായി പ്രൈസ് താഴുവാൻ മനസ്സുള്ള, ചേറിനകത്തു നിൽപ്പാനും പ്രൈസ് മനസ്സുള്ള ഈ എലീശയെ ദൈവം കണ്ടെത്തിയെന്ന് ഏലിയാവിന് മനസ്സിലായി. ഏലിയാവ് പുതപ്പ് എലീശയിന്മേലിട്ടു. നിന്നിന്മേൽ വ്യാപരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വീഴുന്ന പുതപ്പ് ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് കൃപ പകരണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് താഴ്ന്നു കിടക്കുന്ന എലീശയുടെ മേലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 12 ഏർക്കാളുകളുടെ കൂടെ അധ്വാനിക്കുന്ന ഒരു എലീശയെ ഈ പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ പ്രൈസ് എലീശയോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല ഏലിയാവിന്. എന്നാൽ ഏലിയാവിനോട് എലീശ പറഞ്ഞു, പ്രൈസ് ഞാൻ എൻ്റെ ഹല്ലേലൂയ എല്ലാവർക്കും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. വചനത്തിൽ പറയുന്നുണ്ട് പ്രൈസ് ഹല്ലേലൂയ മാംസം ഉണ്ടാക്കി കൊടുത്തു. പ്രൈസ് അവൻ്റെ മാതാപിതാക്കൾക്ക് ചുംബനം കൊടുത്തിട്ട് അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുകയാ. പ്രൈസ് ആരും അവനോട് ഏലിയാവ് എലീശയൊക്കെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഈ പുതപ്പ് അവന്റെ മേലൊന്ന് ഇട്ടതേ ഉള്ളൂ. പ്രൈസ് അവൻ അറിയാം അവനുമേൽ വെളിപ്പെടുവാൻ പോകുന്ന ശക്തി എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് പ്രൈസ് എലീശയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ശിഷ്യനാക്കി മാറ്റി. തൻ്റെ അഭിഷേകം വഹിക്കുവാൻ തനിക്കൊരു പിൻഗാമിയാക്കി. എലീശയെ മാറ്റണമെങ്കിൽ പ്രൈസ് അവനൊരു വിശ്വസ്തദാസനായിരുന്നു. എലീശയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്വസ്തനായതുകൊണ്ടല്ലേ എലീശ അവനെ കൂട്ടത്തിൽ കൂട്ടിയത്, ദൈവം അവനെ കൂട്ടത്തിൽ കൂട്ടിയത്, ഏലിയാവ് അവനെ കൂട്ടത്തിൽ കൂട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.
അവൻ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും തൻ്റെ ശക്തി പെരുകി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് പല ദേശങ്ങളിലൂടെ ഏലിയാവ് യാത്ര ചെയ്തു. എരിഹോവിലൂടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബേഥേലിലേക്ക് യോർദാനിലേക്കൊക്കെയും യാത്ര ചെയ്തപ്പോൾ എലീശയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരണ്ട. എന്നാരോ എലീശ പറഞ്ഞു, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിട്ടു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ പറഞ്ഞു, പ്രവാചകര് പറഞ്ഞു, നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് എടുക്കുന്ന കാലം നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് എടുക്കും. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ എലീശ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് ചോദിച്ചു എലീശയോട്, നിനക്ക് എന്താണ് വേണ്ടത്? എലീശ പറഞ്ഞു, നിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. നിന്റെ ഇരട്ടി പങ്കാണ് എനിക്ക് വേണ്ടത്. പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞപ്പോഴും നീ വരണ്ട എന്ന് ഏലിയാവ് പറഞ്ഞപ്പോഴും എലീശ പുറകെ പോവുക. ഞാനും പോരുകയാ നിന്റെ കൂടെ, ഞാനും പോരുക നിന്റെ കൂടെ. എന്തിനാ? നിന്നിന്മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഒരു പങ്ക് എനിക്കും വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ശക്തിയുടെ പങ്ക്? നിലനിൽക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി. നീ പോരണ്ട, നീ പോരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോരുകയാണ്. നിന്റെ അഭിഷേകത്തിന്റെ പകുതി, നിന്റെ ശക്തിയുടെ പകുതി എനിക്ക് വേണം. ഇതുപോലെ വിശ്വസ്തനായ ഒരു ദാസനെയല്ലേ നിനക്ക് വേണ്ടത്? ഏലിയാവേ, നിനക്ക് വിശ്വസ്ത ദാസനെയല്ലേ വേണ്ടത്? നിന്റെ പുതപ്പ് ഇടുവാൻ തക്കതായ ഒരു എലീശയെ. ഏലിയാവിന്റെ പുറകെ എലീശ കൂടി പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരാ. അവർ യോർദാൻ കടന്നു. എങ്ങനെയാ യോർദാൻ കടന്നത്? പ്രൈസ് ദി ലോർഡ്. യോർദാൻ കുത്തിയൊലിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് ഏലിയാവിൻ്റെ പുതപ്പ് പ്രൈസ് ദി ലോർഡ് യോർദാനിന്മേൽ അടിച്ചപ്പോൾ അത് രണ്ടായി മാറി. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ പറഞ്ഞ ഉണങ്ങിയ നിലത്തിലൂടെ അവർ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരയ്ക്ക് കടന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഉണങ്ങിയ നിലം തന്നെയല്ലേ ചെങ്കടലിലും വെളിപ്പെട്ടത്? ഈ ഉണങ്ങിയ നിലത്തിലൂടെ തന്നെയല്ലേ മിരിയാമും അക്കരെ കടന്നത്? എന്നാൽ എലീശയിൽ ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു. ഈ ഉണങ്ങിയ നിലത്തിലൂടെ ഞാൻ അക്കരെ കടന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, ഏലിയാവിൽ നിന്ന് ഒരു ഇരട്ടി പങ്ക്. ഏലിയാവിൽ നിന്ന് ഒരു ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലേക്ക് എടുക്കുന്നത് എലീശ കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് ഏലിയാവിൽ നിന്ന് പുതപ്പ് താഴേക്ക് വീണു. എലീശയിന്മേൽ വന്നു വീണു. ഏറിയ പങ്കിന്റെ ശക്തി നിന്നെ പുറപ്പെടുവിക്കുന്ന മിരിയാമിന്മേൽ വ്യാപരിച്ച അഭിഷേകമല്ല, എലീശയിന്മേൽ വെളിപ്പെട്ടത് തന്റെ യജമാനോനോട് കൂടെ ചേർന്ന് യോർദാനും കടന്ന് പുതപ്പിന്റെ ശക്തിയും മേടിച്ച് യോർദാനെ അടിച്ച് ഇക്കര കടന്ന് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ മഹാശുശ്രൂഷ ചെയ്ത എലീശ. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നീ ധരിക്കുവോളം ഈ ശക്തി നീ ധരിക്കണം. ഈ ശക്തി വേണം നിന്നെ കൊണ്ട് നടക്കാൻ. ഈ ശക്തി വേണം പ്രൈസ് ദി ലോർഡ് നിന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കാൻ. ഈ ശക്തി വേണം നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടത്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ അവൾ സൗഖ്യമായി തീർന്നതുപോലെ പ്രൈസ് ദി ലോർഡ് ഈ നിഴൽ തട്ടിയപ്പോൾ ശക്തി ധരിച്ച നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായി തീർന്നതുപോലെ ഈ ശക്തിയാ നീ ധരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടത്ര പ്രൈസ് ദി ലോർഡ് കടപ്പാൻ കഴിയാത്ത ഒരു ആത്മാ നദി, ഒരു ആത്മ പ്രവാഹം എന്നെ മൂടണമേ. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആ ശക്തി ഞാൻ ധരിക്കണം. ആ ശക്തിയായി ഞാൻ ധരിക്കേണ്ടത്. ആ ശക്തിയായി ഞാൻ ധരിക്കേണ്ടത്. വഴിയിൽ വെച്ച് പട്ടു പോവാതിരിപ്പാൻ, വഴിയിൽ വെച്ച് തകർന്നു പോവാതിരിപ്പാൻ
ദൈവത്തിൻ്റെ സഭയെ, കാന്തയാകുന്ന സഭയെ, നിന്നിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് തടസ്സമായി നിന്റെ ഉള്ളിൽ പാപത്തിന്റെ ശക്തികൾക്ക് അവകാശം പറയുവാൻ കഴിയാത്ത വിധം പ്രൈസ് ദി ലോർഡ്, നീ ആത്മാവിനാൽ അതിനെ ബന്ധിക്കണം. നീ ആത്മാവിനാൽ അതിന്മേൽ ക്ഷയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേലിനെ നോക്കിയേ. പുരോഹിതൻ പ്രൈസ് ദി ലോർഡ്. പുരോഹിതൻ ആരാ? മനുഷ്യന്റെ ശബ്ദം കേട്ടിട്ട് ദൈവത്തോട് പറയുന്നയാൾ. എന്നാൽ പ്രവാചകനോ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മനുഷ്യനോട് പറയുന്നയാൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മനുഷ്യനോട് പറയുന്ന ഒരു തലമുറയാ ദൈവത്തിന് വേണ്ടതാ. മനുഷ്യര് പറയുന്നത് കേട്ടിട്ട് പറയുന്ന ആലോചനകളല്ല, മനുഷ്യര് പറയുന്നത് കേട്ടിട്ട് പറയുന്ന നിയോഗങ്ങളല്ല, ആത്മാവിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പറയുന്ന പ്രൈസ് ദി ലോർഡ് പ്രവാചകനെ, പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് മനുഷ്യരോട് സംസാരിക്കുന്ന ആ ഒരു ദൈവ സാന്നിധ്യം ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അഭിഷേകത്തോടുകൂടി അധികാരത്തോടുകൂടി ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ രഥത്തിന്റെ മുന്നമേ ഓടുന്ന പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ആഹാബിന്റെ രഥത്തിന്റെ മുന്നമേ ഓടുന്ന വശീകരിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളോട് നോ പറയുവാൻ കഴിവുള്ള ഒരു തലമുറ ശക്തിയോടുകൂടെ എഴുന്നേൽക്കും. ഈ ശക്തിയല്ലേ നമ്മളെ വഴി നടത്തേണ്ടത്. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവാത്മാവ് നമ്മളോട് ഹൃദ്യമായി ഇടപെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. ആ ദൈവ ശബ്ദത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു. നമ്മുടെ ഹൃദയമാകുന്ന നല്ലയിടത്തു വീണ വിത്ത് അത് ഏറെ ഫലം കായ്ക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ്, അത് ഏറെ ഫലം കായ്ക്കേണ്ടതിന് ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കേണ്ടതിന് ദൈവകരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചു തന്ന PYP അംഗങ്ങൾക്കും പ്രൈസ് ദി ലോർഡ് ദൈവസഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.